കണ്ണൂർ സർവകലാശാല ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അവരുടെ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ഒക്ടോബർ 20-ാം തീയതിയാണ് 5ാം അലോട്ട്മെന്റ് ഫലം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ 5ാം അലോട്ട്മെന്റ് ഫലവുമായി ബന്ധപ്പെടുത്തിയിട്ട് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകളിൽ എഡിറ്റ് വരുത്തുവാനും അതുപോലെ തന്നെ നേരത്തെ അപേക്ഷ നൽകാൻ പറ്റാത്ത PWD, SC/ST, അഫ്സൽ ഉലമ അതുപോലെ തന്നെ സേ പരീക്ഷകളിൽ പാസ്സായ വിദ്യാർത്ഥികൾക്കൊക്കെ അതിനുള്ള അവസരം ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ വിശദമായ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു സന്തോഷ വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നുള്ളത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കേരള ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളും അവരുടെ UG PG കോഴ്സുകൾക്ക് അഡീഷണൽ ആയിട്ട് സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഓർഡർ ഇറക്കിയിരുന്നു. പല യൂണിവേഴ്സിറ്റികളും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രപ്പോസൽ പല കോളേജുകളിൽ നിന്നും സ്വീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെടുത്തിയ വളരെ വിശദമായ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും പറഞ്ഞത് ആ സീറ്റുകൾ വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് നമ്മൾക്ക് അറിയാൻ പറ്റുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി പുറപ്പെടുവിച്ച സീറ്റുകൾ വർദ്ധിപ്പിച്ച് യൂണിവേഴ്സിറ്റി പുറപ്പെടുവിച്ച ഒരു ഓർഡർ തന്നെ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതിൽ വളരെ വ്യക്തമായി തന്നെ ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സുകൾക്കാണ് സീറ്റ് അധികമായിട്ട് വന്നിട്ടുള്ളത് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സീറ്റുകൾ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഇനി വരുന്ന അലോട്ട്മെന്റുകൾ പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഇനി വരുന്ന അലോട്ട്മെന്റിൽ ഇത്തരത്തിലുള്ള സീറ്റുകളും കൂടി പരിഗണിച്ചുകൊണ്ടുള്ള വിശദമായ സർക്കുലർ പിന്നെ യൂണിവേഴ്സിറ്റി പുറപ്പെടുവിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു അഡീഷണൽ മാർജിനൽ ഇൻക്രീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡർ ഇന്നാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രകാരം പല കോളേജുകളിലും പല ബിരുദ അതുപോലെ തന്നെ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കും സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലാണെങ്കിൽ ഒരുപാട് 5 തരത്തിലുള്ള കോഴ്സുകൾക്കാണ് സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അത് BA ഉറുദുവിന് 3 കോഴ്സും അതുപോലെ തന്നെ BSc ഫിസിക്സിന് ഒരു സ്ട്രെങ്ത്തും അതുപോലെ തന്നെ BA സംസ്കൃതിന് 5 സീറ്റുമാണ് വർദ്ധിച്ചിട്ടുള്ളത്. BA സ്റ്റാറ്റിസ്റ്റിക്സ് 2, BA അറബിക്ക് 3, BA മലയാളം 3, BA MA മലയാളം 2, MSc സുവോളജി 2 എന്നിങ്ങനെയുള്ള സീറ്റുകളാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് കോളേജ് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം MA എക്കണോമിക്സിന് 2 സീറ്റും, MSc കെമിസ്ട്രി 2, MSc മാത്തമാറ്റിക്സ് 1, BCom 2, BSc കെമിസ്ട്രി 3, BSc ജിയോളജി 3 എന്നീ കോഴ്സുകൾക്കാണ് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് കോളേജ് ഉദുമയെ സംബന്ധിച്ചിടത്തോളം BCom 4, BA ഹിസ്റ്ററി 4, BA ഇംഗ്ലീഷ് 6 എന്നീ സീറ്റുകളാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജ് മാനന്തവാടിയുമായി ബന്ധപ്പെടുത്തിയിട്ട് BA ഇംഗ്ലീഷിന് 6 സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് കോളേജ് പെരിങ്ങോവുമായി ബന്ധപ്പെടുത്തിയിട്ട് BA ഇംഗ്ലീഷിന് 6, BSc മാത്തമാറ്റിക്സ് 4, BCom കോർപ്പറേഷൻ 4 സീറ്റുകൾ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഗോവിന്ദ പൈ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് മഞ്ചേശ്വരവുമായി ബന്ധപ്പെടുത്തിയിട്ട് BA കന്നഡ 5 സീറ്റ്, BCom 8 സീറ്റ്, BSc സ്റ്റാറ്റിസ്റ്റിക്സ് 6 സീറ്റ്, MTTM സീറ്റ് വർദ്ധിപ്പിച്ചിട്ടില്ല, MSc സ്റ്റാറ്റിസ്റ്റിക്സ് 11 സീറ്റ്, MCom 5 സീറ്റ് എന്നീ കോഴ്സുകൾക്ക് ഇത്തരത്തിലുള്ള സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വുമൻസ് കോളേജ് കണ്ണൂർ വുമൻസ് കോളേജുമായി ബന്ധപ്പെടുത്തിയിട്ട് BA ഇംഗ്ലീഷിന് 4, BA മലയാളം 2, BSc മാത്തമാറ്റിക്സ് 5, BSc ഫിസിക്സ് 2. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരുപാട് കോഴ്സുകൾക്ക് സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരുപാട് കോളേജുകളിൽ പ്രപ്പോസൽ കൊടുത്ത ആ കോളേജുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സർക്കുലർ ഉടൻ തന്നെ യൂണിവേഴ്സിറ്റി ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ ഒരു സർക്കുലർ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അവരുടെ കോളേജുകൾ ബന്ധപ്പെടുത്തിയിട്ട് നോക്കുവാനും അവർക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ വാർത്തയാണ്. പല കോളേജുകളിലും പല കോഴ്സുകൾക്കും ഇപ്പോൾ സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും പിന്നീട് വരുന്ന അലോട്ട്മെന്റ് നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുക എന്നുള്ള കാര്യം കൂടി ഈ ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഒരു പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് അതിൻ്റെതായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഈ ഒരു ചാനലിലൂടെ. അത്തരം വീഡിയോകൾ വേഗത്തിൽ ലഭിക്കാൻ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്ത് വെക്കുക. നിർത്തുന്നു. നന്ദി.